നിറപ്പകിട്ടാർന്ന മൾട്ടിമീഡിയ കോഴ്സുകൾ, ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, ആനിമേഷൻ ആൻഡ് ഇഫക്ട്സ്, മായ, 3ds Max, editing in Avid, print media graphics and web designing, AutoCAD, MEP, civil draftsman courses. Media City. ഇനി മീഡിയ രംഗത്തെ നിങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കുക. Media City, Media Academics and Techniques, അരിയാട്ട്ലൈൻ, തൃശൂർ. മെയ് മാസം. നിശ്ചലതയിലാറാടി നിൽക്കുന്ന മരങ്ങൾക്ക് താഴെ കരിയിലകൾക്ക് മുകളിലേക്ക് ചോരയിൽ കുളിച്ചുകൊണ്ടവൻ പിറന്നത് ശങ്കുണ്ണിയപ്പൻ ആദ്യമായി പറഞ്ഞു. ചുറ്റും ആർപ്പുവിളികൾ ഉയർന്നു. മരച്ചില്ലകൾ അവന് വിശറിയായി. ഉൾക്കാടുകളിൽ നിന്ന് കണ്ണുകൾ പറന്നുവന്ന് അവനെ വലം വെച്ചുകൊണ്ടിരുന്നു. മരങ്ങൾക്കിടയിലെ വിടവിലൂടെ നിലാവിറ്റിക്കൊണ്ടിരുന്നു. നമ്തുനാടിന് ഒരു മകൻ കൂടി, അതും തങ്ങളുടെ നേതാവിൻ്റെ മകൻ. ഇതു മിണ്ടാത്തൊരജ്ഞാത ഭൂമി, എൻ്റെ കാലുകൾ മുഴുക്കെ പുഴുക്കൾ, എൻ്റെ തലയിൽ മുഴങ്ങും അശാന്തമാം വാക്കുകൾ, ഹൃദയം മുഴുക്കെ കിരാതമാം ശങ്കുലി, എൻ്റെ ഹൃദയം മുഴുക്കെ കിരാതമാം ശങ്കുലി. കാടും മരങ്ങളും കാറ്റിൻ്റെ താളവും, അതു കേട്ടുറങ്ങുന്ന പൂക്കളും കൈകളും, വെട്ടിപ്പൊളിച്ചെൻ്റെ കബറിൻ്റെ ചോട്ടിൽ, ആരോ വെട്ടിപ്പൊളിച്ചെൻ്റെ കബറിൻ്റെ ചോട്ടിൽ. ഇതു മിണ്ടാത്തൊരജ്ഞാത ഭൂമി, എൻ്റെ കാലുകൾ മുഴുക്കെ പുഴുക്കൾ. ഇതൊരു കഥയാണ്. ശങ്കുണ്ണിയപ്പനെന്ന ഒരു മനുഷ്യൻ്റെ കഥ. 4-5 യുവാക്കൾ അവരുടെ യാത്രക്കിടെ കണ്ട ഏകാഗിയായ, എന്നാൽ ഓർമ്മകൾക്കുമേൽ ഓർമ്മകളുമായി ജീവിക്കുന്ന, അതിനു മുകളിൽ കാലിടറി വീഴാത്ത, ഒരു നാടിൻ്റെ എല്ലാമായിരുന്ന ഒരാളുടെ കഥ. ശങ്കുണ്ണിയപ്പൻ എന്ന ഒരു മനുഷ്യൻ്റെ കഥ. നാം അറിയാത്ത എത്രയോ സമരങ്ങൾ, നാം അറിയാത്ത എത്രയോ മുഖങ്ങൾ. ഇത് നമ്തുനാട്, നമ്മുടെ നാടെന്നർത്ഥം. വയനാടിനും കൊടകിനുമിടയിൽ നമ്മുടെ കണ്ണുകളെത്താത്ത, എന്നാൽ ഒരുപാട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട, ഒരുപാട് തേക്കുമരങ്ങളും വെള്ളവും ചൂഴ്ന്നെടുക്കപ്പെട്ട ശങ്കുണ്ണിയപ്പൻ്റെ സ്വന്തം നാട്. തച്ചുടച്ചിട്ടും പച്ചപ്പ് മാറാത്ത കുറേ മരങ്ങൾ, എറിഞ്ഞോടിച്ചിട്ടും പോകാൻ കൂട്ടാക്കാത്ത കുറേ കിളികൾ. ഈ സ്ഥലം പണ്ടിങ്ങനെയായിരുന്നില്ലത്ര. ഇതിലും എത്രയോ മനോഹരമായിരുന്നു. ഈ കാണുന്ന മരങ്ങൾക്കിടയിൽ ഒരു കാട്ടുചോലയുണ്ടായിരുന്നു. അതാ ആ കുന്നിനിരുവശത്തും നിറയെ കുടിലുകളായിരുന്നു. കാട്ടുചോല കുപ്പികൾക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു. താമസക്കാർ വെന്തുപറ്റിയപ്പോൾ കുടിലുകൾ പിന്നെന്തു ചെയ്യാം? വിരലുകൾ കൊണ്ട് മാന്തിയാൽ നിങ്ങൾക്കിവിടെ നിന്ന് തലയോട്ടികൾ കിട്ടുമെന്ന് പറഞ്ഞത്
ശങ്കുണ്ണിയപ്പൻ്റെ കണ്ണുകളാണ്. ഒരായുസ് മുഴുവൻ ഒരു നാടിനു വേണ്ടി ജീവിച്ച ശങ്കുണ്ണിയപ്പൻ. ഇടതുകാൽ മുട്ടിന് മുകളിൽ മാത്രം. അറ്റുപോയ കൈപ്പത്തി, അറ്റം തെറ്റിയ കൈവിരലുകൾ, കണ്ണിന് താഴെ നീണ്ട മുറിവ്. ആ ഭാഗം സ്വല്പം ചിരിച്ചാണ് ശങ്കുണ്ണിയപ്പൻ നോക്കുന്നത്. പറഞ്ഞു തുടങ്ങിയാൽ മുറിവുകളില്ലാത്ത ഭാഗം ആ ശരീരത്തിൽ കുറവാണ്. ഓർമ്മകളും അനുഭവങ്ങളും ഏറെയുണ്ടായിട്ടും അപ്പൻ പറഞ്ഞത് മകൻ ജനിച്ച ആ ദിവസത്തെക്കുറിച്ച് മാത്രം. അതും തൊണ്ടക്കുഴിയിലെ ഞരമ്പുകൾ വിറക്കുന്ന ശബ്ദത്തോടെ. മകനിപ്പോൾ എവിടെയാണെന്ന ചോദ്യത്തിന് അറിയില്ലെന്ന ഒരായുസ്സിന്റെ വികാരം കലർന്ന വാക്കുകൾ നമ്മൾ അനുഭവിച്ചു. ഈ കാലുകൾ അറുത്തുമാറ്റിയതാണ്. ആദ്യം തല്ലിച്ചതച്ചു. എന്നിട്ടും മടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ തന്നെ അത് അറുത്തുമാറ്റി. ഭാവിയിലേക്ക് വിത്തുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മുതുകിലേക്ക് അധിനിവേശത്തിൻ്റെയും വംശവെറിയുടെയും കഠാരകൾ വന്നു വീണത്. പെഴുതെറിയപ്പെട്ടത് വിശ്വാസവും ആചാരങ്ങളും മാത്രമല്ല, സുന്ദരമായൊരു നാടും ഒരു തലമുറയുമാണ്. പ്രതിഷേധിച്ചും പ്രതിരോധിച്ചും ഒരുപാട് കാലം, ബാക്കിയെല്ലാം ചരിത്രം. ഇന്ന് ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ശങ്കുണ്ണിയപ്പൻ നമ്മെ കാത്തുനിൽക്കുന്നു. ഏച്ചുകെട്ടലുകൾ ഹൃദയത്തിനൊരു ഭാരമാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് നമ്മുടെ കവളിലേക്കായിരുന്നു. ശങ്കുണ്ണിയപ്പൻ ഒരാളല്ല, മുഖമില്ലാത്ത അനേകായിരം രക്തസാക്ഷികളുടെ പ്രതിനിധിയാണ്. കീഴാളരുടെ രക്തം കണ്ടാൽ മാത്രം ഉറങ്ങാൻ കഴിയുമായിരുന്നു മാടമ്പികളുടെ കഴുത്തറക്കാൻ ചെന്ന അനേകായിരങ്ങളുടെ പ്രതിനിധി. പുതുതലമുറക്ക് സ്വാതന്ത്ര്യബോധത്തോടെ അക്ഷരങ്ങളിലേക്കും കൊടികളിലേക്കും ഇറങ്ങാൻ കഴിഞ്ഞത് ഈ രക്തസാക്ഷികളുടെ ജന്മം തന്നെയാണ്. നമ്തുനാട് വീണ്ടും വീണ്ടും നമ്മിലേക്ക് എത്തുകയാണ്. ശങ്കുണ്ണിയപ്പൻ്റെ ചുമന്ന കണ്ണുകൾ നമ്മെ മാടി വിളിക്കുകയാണ്. നമുക്കൊന്നുകൂടി നമ്തുനാട്ടിലേക്ക് പോകണം. ശങ്കുണ്ണിയപ്പനിൽ നിന്ന് കൂടുതൽ കഥകൾ കേൾക്കണം. ഹൃദയം അതിന് വെമ്പൽ കൊള്ളുന്നു. ജനവാതിൽ തുറന്ന് മഴത്തുള്ളികളോട് നീ ശങ്കുണ്ണിയപ്പൻ്റെ കരിയിലകൾക്ക് മുകളിലും പെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. പെയ്യുന്നുണ്ടാകണം. ആർത്തട്ടഹസിക്കുന്ന ആകാശത്തോട് അപ്പൻ മകനെക്കുറിച്ച് ചോദിച്ചു കാണും. നമ്മെ ഓർക്കുന്നുവോ ആവോ? പക്ഷേ നമ്തുനാടിൻ്റെ പ്രതാപകാലം അപ്പൻ എന്നും ഓർക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പൂർവീകർ പടുത്തുയർത്തിയ മണ്ണ് തനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നത് ശങ്കുണ്ണിയപ്പൻ തിരിച്ചറിഞ്ഞതാണ്. ഈ തിരിച്ചറിവിൻ്റെ ആത്മബോധത്തിൽ ശങ്കുണ്ണിയപ്പൻ വീണ്ടും വീണ്ടും നമ്മെ വിളിക്കുന്നുണ്ടായിരുന്നു. അതേ മരത്തിന് താഴെ ശങ്കുണ്ണിയപ്പൻ കിടക്കുന്നു, അതേ കരിയിലകൾക്ക് മുകളിലും. ശങ്കുണ്ണിയപ്പൻ നമ്മെ വിളിച്ചിരുന്നു, ഉറക്കെയുറക്കെ വിളിച്ചിരുന്നു. പക്ഷേ നമ്മുടെ കാതുകളപ്പോൾ വേറെന്തൊക്കെയോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മരച്ചുവട്ടിൽ 6 അടി മണ്ണ്. ഭാഗ്യം ശങ്കുണ്ണിയപ്പന് നമ്തുനാടിൻ്റെ മണ്ണിൽ തന്നെ കുഴിയൊരുക്കാനായി. അതിനായിരിക്കണം ശങ്കുണ്ണിയപ്പൻ കാത്തിരുന്നത്. കുഴിയുടെ ആഴം കൂടിയിരിക്കുന്നു. ഹൃദയം വിറങ്ങലിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പനെ പുതക്കാൻ കരിയിലകൾ വെമ്പൽ പൂണ്ടു.
മുളങ്കാടുകളുടെ ശബ്ദം അട്ടഹാസമായി മാറി. കാട്ടരുവി ഒഴുക്കിനെതിരെ നീന്താൻ കൊതിച്ചു. ബാക്കിയുള്ള മരങ്ങൾ ചില്ലകൾ പൊഴിച്ചു. കരിയിലകൾ ചോര ഛർദ്ദിച്ചു. നമുക്കിയാൾ ആരാണ്? ഇയാൾക്ക് നാം ആരാണ്? ഒരാണ്ട് മുഴുവൻ ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിച്ച ഈ മനുഷ്യന് കുഴിവെട്ടാൻ നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ അർത്ഥമെന്താണ്? കൊടികളിലും തോരണങ്ങളിലുമില്ലാത്ത ഒരു രക്തസാക്ഷി കൂടി ഭൂമിയിലേക്ക് കണ്ടുപോയി. ദൂരെ പിതൃക്കളുടെ ഞരമ്പുകൾ തേടിയുള്ള യാത്ര അപ്പൻ്റെ മകനിലേക്കെത്തി. പെട്ടെന്നത് കേൾക്കയായി. ചോര ഛർദ്ദിച്ചവശരായ കരിയിലുകളിലേക്ക് ആ വാക്കുകൾ ഉയർന്നു വന്നു. വാളുയർത്തിപ്പിടിച്ചുകൊണ്ടുതന്നെ ഒരു യുവാവ് അത് ഉറക്കെയുറക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. ബാക്കിയായ കാട്ടുവള്ളികൾ ഹൃദയം പൊട്ടി താഴേക്ക് വീണു. മാലോകർ ഞെട്ടിയുണർന്നു. പോസ്റ്ററുകളിലെ രക്തസാക്ഷികൾ അവിടെ കൊടിയെടുത്തു. ശങ്കുണ്ണിയപ്പനിൽ നിന്ന് ഈ യുവാവല്ല, നമ്മൾ അത് ഏറ്റെടുക്കുകയാണ്. ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തു നിന്ന് ആരവം കേൾക്കുന്നില്ലേ നിങ്ങൾ? നമുക്കൊപ്പം ചേരാൻ അവർ പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ചുറ്റിലും തീർത്ത മതിലുകൾ അതിനു മുമ്പേ നമ്മൾ പൊളിച്ചു മാറ്റിയേ പറ്റൂ. ചരിത്രം അനേകായിരം നന്ദുനാടുകളുടെ ചരിത്രമാണ്. അനേകായിരം ശങ്കുണ്ണിയപ്പന്മാരുടെ ചരിത്രം. അതെ, മുഖമില്ലാത്ത ഒരുപാട് അധ്യായങ്ങൾ കരിയിലകൾക്ക് താഴെ ഉറങ്ങുന്നുണ്ട്.